ലാസ്റ്റ് ഓൺ റിപ്പോർട്ടർ സുരേഷ് ഗോപി നായകനായ ജാനകി വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് കേരളയിലെ കഥാപാത്രത്തിന്റെ പേരുമാറ്റം ആവശ്യപ്പെട്ട് റിവൈസിംഗ് കമ്മിറ്റിയും ജാനകി എന്ന കേന്ദ്ര കഥാപാത്രത്തിന്റെ പേര് മാറ്റണമെന്നാണ് ആവശ്യം. നേരത്തെ സെൻസർ ബോർഡും പേരുമാറ്റം വാക്കാൽ ആവശ്യപ്പെട്ടിരുന്നു. പിന്നീടാണ് റിവൈസിംഗ് കമ്മിറ്റിക്ക് വിട്ടത്. രബി സജീന്ദ്രനുണ്ട് വിശദാംശങ്ങളുമായി. രബി, റിവ്യൂവിന് ശേഷം വന്ന തീരുമാനം അതും അണിയറ പ്രവർത്തകർക്ക് തിരിച്ചടിയാണോ? കഥാപാത്രത്തിന്റെ പേര് ജാനകി എന്ന പേര് ഏതാണ്ട് 92 ഉണ്ട് ഉപയോഗിക്കുന്നുണ്ട് എന്നാണ് പറയുന്നത്. ഈ പേര് തന്നെ മാറ്റണം എന്നതാണോ ഈ റിവൈസിംഗ് കമ്മിറ്റിയുടെയും ആവശ്യം? വിനീത, തീർച്ചയായും ചിത്രത്തിന്റെ അണിയറ പ്രവർത്തകർക്ക് പൂർണ്ണമായും തിരിച്ചടിയാണ് ഇപ്പോൾ റിവൈസിംഗ് കമ്മിറ്റിയിൽ നിന്ന് ഉണ്ടായിരിക്കുന്നത്. 9 അംഗ റിവൈസിംഗ് കമ്മിറ്റി ഇന്ന് രാവിലെയാണ് മുംബൈയിൽ 11:15 ഈ ചിത്രം കണ്ടത്. ഈ ചിത്രം കണ്ടതിന് ശേഷം ഇതിന്റെ അണിയറ പ്രവർത്തകരിൽ സംവിധായകൻ പ്രവീൺ നാരായണൻ, ഒപ്പം തന്നെ നിർമ്മാതാവ് കെ ഫെനീന്ദ്രകുമാർ, ഇവരെ രണ്ടുപേരെയും വിളിച്ച വാക്കാലാണ് ഇപ്പോൾ ഈ കാര്യം അറിയിച്ചിരിക്കുന്നത്. അതായത് ചിത്രത്തിൽ നിന്ന് ജാനകി ഒഴിവാക്കണം. അതായത് ചിത്രത്തിൻ്റെ ടൈറ്റിൽ ജാനകി എന്നുള്ള ടൈറ്റിലെ പേര് ജാനകി വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് കേരള എന്നുള്ള പേരിലെ ജാനകി മാറ്റുമ്പോൾ ആ പേര് തന്നെ മാറുകയാണ്. ഒപ്പം തന്നെ സിനിമയിലെ ജാനകി എന്നുള്ള കഥാപാത്രത്തിൻ്റെ പേര്, കേന്ദ്ര കഥാപാത്രമാണ്, കഥാപാത്രത്തിൻ്റെ പേര് മാറ്റേണ്ടി വരുമ്പോൾ വിനീത ഓർക്കേണ്ട കാര്യം, സിനിമ കത്രിക വീഴുന്നു അല്ലെങ്കിൽ കട്ട് ചെയ്യുന്നു എന്ന് സാങ്കേതികമായി പറയുന്നേ ഉള്ളൂ. ഇത് പൂർണ്ണമായും റീഡബ് ചെയ്യേണ്ടി വരും. അതായത് ഒരു സിനിമയിൽ വലിയ സാമ്പത്തിക ബാധ്യതയാകും ഇത് അണിയറ പ്രവർത്തകർക്ക് ഉണ്ടാക്കുക. അതായത് സിനിമയിലുടനീളം കേന്ദ്ര കഥാപാത്രത്തിൻ്റെ പേര് മാറ്റേണ്ടി വരിക എന്ന് പറയുമ്പോൾ തുടക്കം മുതൽ ഒടുക്കം വരെ അത് റീഡബ് ചെയ്യേണ്ടി വരും. അതുണ്ടാക്കുന്ന സാമ്പത്തിക ബാധ്യത, അതുണ്ടാക്കുന്ന സമയനഷ്ടം, അത് സാങ്കേതിക ഇതിന്റെ അണിയറ പ്രവർത്തകർക്ക് താങ്ങാൻ സാധിക്കുന്നതല്ല. അതുകൊണ്ട് തന്നെ ഇനി അവർക്ക് മുന്നിലുള്ള ഏക മാർഗം കോടതിയെ സമീപിക്കുക എന്നുള്ളതാണ്. ഇന്ന് ലബി, ഇതൊരു ആവിഷ്കാര സ്വാതന്ത്ര്യത്തിന്റെ കൂടി പ്രശ്നമാണല്ലോ. ഒരു സിനിമയ്ക്ക് എന്ത് പേരിടണം എന്ന് തീരുമാനിക്കേണ്ടത് ആ കലാരൂപം തയ്യാറാക്കുന്ന സംവിധായകന്റെയും നിർമ്മാതാവിന്റെയും ഒക്കെ തന്നെ സ്വാതന്ത്ര്യമാണ്. മാത്രമല്ല ആ പേരിൽ നമുക്ക് തെറ്റായി കാണുന്ന ഒന്നുമില്ല. ആരെങ്കിലും അധിക്ഷേപിക്കുന്നതോ അങ്ങനെയൊന്നും തന്നെയല്ല. ജാനകി വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് കേരള എന്നൊരു പേരിനെ ചൊല്ലി ഇത്രയധികം കടുത്ത നിലപാടെടുക്കേണ്ടതുണ്ടോ എന്നതാണ്. വിനീത്, തീർച്ചയായും എനിക്ക് തോന്നുന്നു ഇത് ആവിഷ്കാര സ്വാതന്ത്ര്യത്തിൻ്റെ മേലുള്ള ഇത്തരം കടന്നുകയറ്റം സിനിമയെ മുന്നോട്ട് എങ്ങനെ കൊണ്ടുപോകും എന്നുള്ള വലിയൊരു പ്രതിസന്ധിയാണ് ഇപ്പോൾ ഉണ്ടാക്കിയിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം ഫെഫ്ക ജനറൽ സെക്രട്ടറി ബി ഉണ്ണികൃഷ്ണൻ പറയുന്നൊരു വാചകം ഈ ഘട്ടത്തിൽ വളരെ പ്രസക്തമാണ്. നേരത്തെ പത്രം, വർഷങ്ങൾക്ക് മുമ്പ് പത്രം സിനിമ, വളരെ ഹിറ്റായ പത്രം സിനിമയിൽ NF വർഗീസ് പറഞ്ഞൊരു വാചകമുണ്ട്. അതിലെ പ്രധാന വില്ലൻ പറഞ്ഞു, ഇത് വിശ്വനാഥൻ്റെ കൊച്ചി എന്ന് പറയുന്നൊരു ഡയലോഗ് ഇനി ഒരു തിരക്കഥാകൃത്തിന് എഴുതാൻ സാധിക്കുമോ എന്ന് ബി ഉണ്ണികൃഷ്ണൻ ചോദിക്കുകയുണ്ടായി. സത്യത്തിൽ അത്രത്തോളം ആശങ്ക സിനിമയിലെ അണിയറ പ്രവർത്തകർക്ക് ഇനി ഉണ്ടാകും. ഇത് എങ്ങനെയാണ് ഇനി സിനിമയിൽ ഏതെങ്കിലും രീതിയിൽ ഒരു പേരിന് ഒരു കഥാപാത്രത്തിൻ്റെ പേരിടുമ്പോൾ ഒരു ധൈര്യത്തോടു കൂടി ഒരു പേരിടാൻ സാധിക്കുക? ഇങ്ങനെയൊക്കെ ആശങ്കപ്പെട്ടുകൊണ്ട് എങ്ങനെയാണ് ഒരു കഥാപാത്ര നിർമ്മിതി സാധ്യമാവുക? ഇങ്ങനെ ഒരുപാട് ചോദ്യങ്ങളാണ് ഇനി സിനിമാ പ്രവർത്തകർക്ക് മുന്നിലേക്ക് വരിക. തീർച്ചയായും ആവിഷ്കാര സ്വാതന്ത്ര്യത്തിൻ്റെ വലിയൊരു ലംഘനമാണ്. അതിൻ്റെ മേലെയുള്ള അതിൻ്റെ മേലെ കടക്കൽ കത്തിവെച്ചുകൊണ്ട് ഇത്തരം തീരുമാനങ്ങളൊക്കെ എടുക്കുമ്പോൾ സിനിമയുടെ മുന്നോട്ട് പോക്ക് തന്നെ പ്രതിസന്ധിയിലാകുകയാണ്. 27-ന്, അതായത് നാളെയാണ് സിനിമ റിലീസ് ആകേണ്ടിയിരുന്നത്. അതിന് മുന്നോടിയായി 17-നാണ് ഇത് സെൻസർ ബോർഡിന് മുൻപാകെ ഈ ചിത്രം വരുന്നത്. 18-ന് സെൻസർ ബോർഡ് തിരുവനന്തപുരത്ത് 4 അംഗ സെൻസർ ബോർഡ് അംഗങ്ങളും അതുപോലെ തന്നെ ഒരു ഉദ്യോഗസ്ഥനും ചേർന്ന് ഈ സിനിമ കാണുന്നു. സിനിമ കണ്ടതിന് ശേഷം പ്രത്യേകിച്ച് എതിരഭിപ്രായങ്ങളൊന്നും പറയാതെ അണിയറ പ്രവർത്തകരെ മടക്കിവിടുന്നു സംവിധായകൻ പ്രവീണിനെ അടക്കം. അതിനുശേഷം പെട്ടെന്ന് ഇത്തരത്തിൽ വാക്കാൽ ഒരു അറിയിപ്പാണ് ഇതിൻ്റെ കേന്ദ്ര സെൻസർ ബോർഡിൻ്റെ ഭാഗത്തു നിന്ന് വരുന്നത്. അതായത് സിനിമ പ്രദർശിപ്പിക്കാൻ അനുമതിയില്ല. അതിൻ്റെ കാരണം ഇതുവരെ വ്യക്തമാക്കിയിട്ടില്ല എന്നുള്ളതാണ് വിനീത ഇപ്പോഴും ശ്രദ്ധേയം.